ഹലോ ഗായ്സ്, വെൽക്കം ടു ബി ഹോംലി. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. അപ്പോൾ അതിനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നൊരു വ്ളോഗാണ് വന്ദേ ഭാരതിൻ്റെ. അപ്പോൾ എൻ്റെ വകം കൂടിയും കെടുക്കട്ടെ. നമ്മൾ മാംഗ്ലൂർക്കാണ് പോകുന്നത്, തൃശ്ശൂർ ടു മാംഗ്ലൂർ. അപ്പോൾ ട്രെയിൻ എത്തിയപ്പോൾ അനൗൺസ്മെൻറ്റ് തുടങ്ങി. എനിക്ക് ഈ അനൗൺസ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ഫീൽ കിട്ടും. നമ്മൾ സ്കൂൾ കുട്ടികളുടെ പോലെ എല്ലാവരും സെയിം കളർ ഡ്രസ്സിലായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വഴി തെറ്റരുതല്ലോ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മളെപ്പോഴും കോംബോ നോക്കിയിട്ടാണ് ഡ്രസ്സ് മേടിക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ക്രീം കളറായിരുന്നു നമ്മുടെ ഡ്രസ്സിങ് തീം. അപ്പോൾ നമ്മൾ അങ്ങനെ കയറി. ഇനിയാണ് വന്ദേ ഭാരതിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കറിയാം, വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് വ്ളോഗാണ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ കിട്ടി. പിന്നെ ഇതാണ് നമ്മുടെ ഡിന്നർ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് തന്നെ കിട്ടിയത് ഗീ റൈസ് ആയിരുന്നു. ഗീ റൈസിൽ കുറച്ച് ഉള്ളിയും പിന്നെ ക്യാരറ്റും ഉണ്ടായിരുന്നു, പിന്നെ നെയ്യ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നത് ചിക്കനാണ്. ഇത് ബട്ടർ ചിക്കനാണ്. ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് പരിപ്പ് കറി ഞാൻ കഴിച്ച് മടുത്തു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പിന്നെയും പരിപ്പ് കറി കണ്ടപ്പോൾ എനിക്കിഷ്ടമായില്ല. എന്നാലും ഞാനത് സൈഡിൽ വെച്ചു. ഞാൻ ഫുള്ളി നെയ്ച്ചോറും ബട്ടർ ചിക്കനുമാണ് കഴിച്ചത്. ജീരകമൊക്കെ ഇട്ടിട്ടുള്ള പരിപ്പ് കറി, ഇത് സാധാരണ ഞങ്ങൾ അവിടെ ഉണ്ടാക്കാറുള്ളത് കൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല. പിന്നെ നല്ല കട്ട തൈര് മിൽമയുടെ, അതും ഞാനൊരു സ്പൂൺ കഴിച്ചു. എനിക്ക് തൈര് ഇഷ്ടമാണ്, പക്ഷെ എന്തോ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനങ്ങനെ തൈര് പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ തൈര് അധികം കഴിച്ചില്ല. പിന്നെ ഇത് പരിപ്പ് കറിക്ക് പറ്റിയ കോമ്പിനേഷൻ നെക്സ്റ്റ് ചപ്പാത്തി പരിപ്പ് കറിയും ഞാൻ അവോയ്ഡ് ചെയ്തു, എനിക്ക് മടുത്തതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മളൊക്കെ അമൂലിൻ്റെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ കുറച്ച് ബോൾസ് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതായിരുന്നു അടുത്തത്. അങ്ങനെ നല്ല സൂപ്പർ ഡിന്നറായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, അത്ര ഫുള്ളായി വയറ്. പിന്നെ എനിക്ക് ഒഴിവ് സമയങ്ങളാണ് പ്രദമാക്കാൻ ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ പോയി. അപ്പോൾ ഞാൻ അമ്മൂൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാനാണ് പോകുന്നത്. 4 സ്റ്റോപ്പ് ഉണ്ടല്ലോ, 2 സ്റ്റോപ്പായിട്ടുള്ളൂ. അപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടി. അപ്പോൾ ഉറങ്ങി എണീറ്റ് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നത്. നമ്മൾ എണീക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ വന്ന് വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിങ് ഇത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് പിന്നെ വന്ദേ ഭാരതിൽ വന്നേക്കാണ്. നമുക്ക് കാലത്തിൻ്റെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് മാതൃഭൂമി, നിങ്ങൾക്ക് എന്നിട്ട് കിട്ടിയേക്കണ ദ ഹിന്ദു. പിന്നെ നമുക്കൊരു വേറെ ഭാഷ കന്നഡ, തെലുങ്ക് ഒരു പേപ്പറും കൂടി കിട്ടിയിട്ടുണ്ട്. മമ്മിക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ട്. മമ്മിക്ക് ഇത് ഹിന്ദു, എനിക്ക് കിട്ടിയത് ഹിന്ദു. എല്ലാവർക്കും പേപ്പർ കിട്ടി. എല്ലാവർക്കും മസാല ടീ മിക്സ്. അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ നല്ല മസാല ചായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്ലാസ്സിൽ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ചൂടുവെള്ളം കൂട്ടിയത് മിക്സ് ചെയ്യുമ്പോൾ ചായ റെഡി. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു യൂണിബിക് കുക്കീസിൻ്റെ ഒരു പാക്കറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല വ്ളോഗർമാരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും യൂണിബിക് കുക്കീസ് പൊടിഞ്ഞിട്ടാണ് കിട്ടാറ്. എനിക്ക് നല്ല വട്ടത്തിലുള്ള 2 ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പൊടിക്കല്ലേ ബെൽവിനെ, നിന്റെ നോക്കട്ടെ, നിന്റെ പൊടിഞ്ഞിട്ടുണ്ടോ? പൊട്ടിച്ച കാസർഗോഡ് സ്റ്റേഷനിലേക്ക്. ഗായ്സ്, അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചായയിൽ ബിസ്ക്കറ്റൊക്കെ മുക്കിയിട്ട് ഞാൻ വിൻഡോ സീറ്റിൽ കാഴ്ച കണ്ട് ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സൂപ്പർ ജേർണി ആയിരുന്നു. അപ്പോഴേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പിന്നെയും നമുക്ക് ചായ ആയിരുന്നു കാലത്ത് കിട്ടിയത്. ഇപ്പോൾ കോഫി. പിന്നെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അൺബോക്സിങ് കാണിച്ചു തരാം. ഇത് അപ്പമായിരുന്നു. അപ്പം 3 ഉണ്ടായിരുന്നു. അത് വലിയ അപ്പമായിരുന്നു. ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് ഫുള്ളായി. പിന്നെ രണ്ടാമത്തെ ഞാൻ ചുമ്മാ കീറിയിട്ടു. അവരടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കീറിയിട്ടു. 3ാമത്തെ ഞാൻ ഡാഡിക്കോ ബെൽവിനോ ആർക്കോ കൊടുത്തു.
പിന്നെ അടുത്തത് വട കിട്ടിയിട്ടുണ്ട്. വട നല്ല സൂപ്പർ വടയായിരുന്നു, നല്ല ക്രിസ്പി വടയായിരുന്നു കേട്ടോ. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓയിലുണ്ടായിരുന്നു നിറച്ച്. പിന്നെ ഉണ്ണിയപ്പം ഓയിലാണ്, ഞാൻ കഴിക്കാറില്ല, അങ്ങനത്തെ സീനൊന്നും എനിക്കില്ല, ഞാനതൊക്കെ കഴിക്കും. പിന്നെ എൻ്റെ മുട്ടക്കറി നല്ല തേങ്ങ അരച്ച മുട്ടക്കറിയായിരുന്നു, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. മുട്ടക്കറി ആയിരുന്നു അപ്പത്തിൻ്റെ കൂടെ. പക്ഷെ വടയ്ക്ക് നമുക്ക് ചമ്മന്തിയോ ചട്നി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വട സിംഗിളായിരുന്നു. അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി, പിന്നെ കേസരി എൻ്റെ ഒരു ഇഷ്ടവിഭവമല്ല, എന്നാലും ഞാൻ കിട്ടിയതുകൊണ്ട് അത് കഴിച്ചു. ഞാൻ കേസരി ഓപ്പണാക്കി കാണിക്കുകയാണ്. മഞ്ഞ കളർ കേസരിയാണ്, ഇതിലെന്തോ ഓറഞ്ച് കളറിലെന്തോ സാധനം ഇട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടിയപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡി വടയാണ് കഴിക്കണേ. ഡാഡി മമ്മി എല്ലാവരും ഹാപ്പിയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് ഫുള്ള് തീറ്റയായിരുന്നു. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നേരത്തുള്ള ഒരു ചായ, ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ കോഫി റെഡിയായി, ഞാൻ കോഫി കുടിക്കുകയാണ്. ഇനി എൻ്റെ കപ്പ് കേക്കിൻ്റെ അൺബോക്സിംഗ് ആണ്. കപ്പ് കേക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോഴേക്കും നമ്മൾ വീടെത്താനായി. അപ്പോൾ കപ്പ് കേക്ക് നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഷുഗർ റഷ് ഉണ്ടായിരുന്നു കപ്പ് കേക്കിന്. ഞാൻ അത്ര മധുരം പ്രിഫർ ചെയ്യണില്ല, എന്നാലും ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺഡ്, ബി ഹോംലി.